നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ഓണം ഖാദി മേളയുടെ ജില്ലാതല ഉദ്ഘാടനം തൊടുപുഴയിൽ സംഘടിപ്പിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. കരട് വോട്ടർ പട്ടിക എല്ലാവരും പരിശോധിച്ച് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് ഉറപ്പുവരുത്തണമെന്നും ഇല്ലെങ്കിൽ പേര് ചേർക്കുന്നതിനുള്ള നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. കേരള NGO യൂണിയൻ കനൽ കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ അനുസ്മരണം സംഘടിപ്പിച്ചു. അനുസ്മരണ യോഗം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP മേരി ഉദ്ഘാടനം ചെയ്തു. ഓണം അടുത്തതോടെ ഖജനാവ് നിറയ്ക്കാൻ പോലീസ് സേന സജീവമാകുന്നതായി സൂചന. കോതമംഗലം ബ്ലോക്കിലെ കവളങ്ങാട് പഞ്ചായത്ത് മെമ്പർമാരായ സിബി മാത്യു, ഉഷ ശിവൻ, ലിസി ജോളി എന്നിവരെ അയോഗ്യരാക്കി. വാർത്തകൾ വിശദമായി. രാജ്യസ്നേഹത്തിന്റെ മഹത്തരമായ പ്രതീകമായി ഖാദി ഉൽപ്പന്നങ്ങളെ നിലനിർത്താൻ സാധിച്ചുവെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ഓണം ഖാദി മേളയുടെ ജില്ലാതല ഉദ്ഘാടനം തൊടുപുഴ PWD റെസ്റ്റ് ഹൌസിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ K ദീപക് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം MJ ജേക്കബ് ആദ്യ വിൽപ്പനയും നഗരസഭാ കൗൺസിലർ PG രാജശേഖരൻ സമ്മാന കൂപ്പൺ വിതരണവും നിർവഹിച്ചു. രാജ്യസ്നേഹത്തിന്റെ മഹത്തരമായ പ്രതീകമായി ഖാദി ഉൽപ്പന്നങ്ങളെ നിലനിർത്തുവാൻ സാധിച്ചുവെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ഓണം ഖാദി മേളയുടെ ജില്ലാതല ഉദ്ഘാടനം തൊടുപുഴ PWD റെസ്റ്റ് ഹൌസിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. രാജ്യത്തിന്റെ മതേതര കാഴ്ചപ്പാടിനെ ഉയർത്തിപ്പിടിക്കുന്ന പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ് ഖാദി. മഹാത്മാഗാന്ധിയുടെ ഓർമ്മകളും സ്വാതന്ത്ര്യ സമരവും സ്വാതന്ത്ര്യാനന്തര ഭാരതവും തുടങ്ങി ഒരു കാലഘട്ടത്തിന്റെ സ്മരണകൾ മാറ്റി നിർത്താൻ പറ്റാത്ത മേഖലയായി ഖാദിയെ നമ്മൾ കാണുന്നു. ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ നേതൃത്വത്തിൽ പുതിയ ഉൽപ്പന്നങ്ങൾ ആധുനിക ഡിസൈനുകളോടുകൂടി സമൂഹത്തിലേക്ക് എത്തിക്കുവാനുള്ള പരിശ്രമങ്ങൾ വിജയിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. രാജ്യസ്നേഹത്തിന്റെ മഹത്തരമായ പ്രതീകമായി നിലനിർത്താനായിട്ട് സാധിക്കുന്ന ഖാദി ഉൽപ്പന്നങ്ങൾ എന്തായാലും വളരെയേറെ പ്രസക്തി ആർജിച്ചിരിക്കുന്നു. ഖാദി വ്യവസായ ബോർഡിന്റെ കീഴിൽ നിരവധിയായ ഷോപ്പുകളും പുതിയ ഉൽപ്പന്നങ്ങളും പഴയ രീതിയും സംസ്കാരമെല്ലാം മാറി ആധുനിക രീതിയിലുള്ള ഫാഷൻ ഡിസൈൻസ് എല്ലാം ഇന്ന് സമൂഹത്തിൽ എത്തിക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ വിജയിച്ചിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ചുള്ള ഈ മേള തൊടുപുഴയിൽ ആരംഭിക്കുമ്പോൾ അതിന് ജില്ലാതല ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. നഗരസഭാ ചെയർമാൻ K ദീപക് അധ്യക്ഷത വഹിച്ചു. ഡീൻ കുര്യാക്കോസ് MP മുഖ്യപ്രഭാഷണം നടത്തി. ഈ ഓണം മേള അതിഗംഭീരമായി വിജയിക്കട്ടെ. ഇടുക്കി ജില്ലയ്ക്ക് നൽകിയിരിക്കുന്ന ടാർഗറ്റ് അതിനപ്പുറത്ത് കടന്നു പോകാൻ നമ്മളാലാവുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗം പ്രൊഫസർ MJ ജേക്കബ് ആദ്യ വിൽപ്പനയും നഗരസഭാ കൗൺസിലർ PG രാജശേഖരൻ സമ്മാന കൂപ്പൺ വിതരണവും നിർവഹിച്ചു. യോഗത്തിൽ ഖാദി ബോർഡ് അംഗം KS രമേശ് ബാബു, പ്രോജക്ട് ഓഫീസർ ഷീനാമോൾ ജേക്കബ്, ഖാദി ബോർഡ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. നവീന ഫാഷനിലുള്ള ഖാദി റെഡിമെയ്ഡ് ഷർട്ടുകൾ, വിവിധയിനം സാരികൾ, കോട്ടൺ ചുരിദാർ ടോപ്പുകൾ, കുഞ്ഞുടുപ്പുകൾ, ജുബകൾ, ധോത്തികൾ, ഷർട്ട് തുണികൾ, വെള്ളമുണ്ടുകൾ എന്നിവയും തനത് ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളും മേളയിൽ നിന്നും ലഭിക്കും. കൂടാതെ ഖാദി ഓണം മേളയിൽ ഓരോ 1000 രൂപയുടെ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ വഴി ഒന്നാം സമ്മാനമായി ടാറ്റ ടിയാഗോ ഇലക്ട്രിക് കാറും, രണ്ടാം സമ്മാനമായി 14 ബജാജ് ചേതക് ഇലക്ട്രിക് സ്കൂട്ടറും, മൂന്നാം സമ്മാനമായി 5000 രൂപയുടെ 50 ഗിഫ്റ്റ് വൗച്ചറുകളും ലഭിക്കും. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ 3000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകളും നൽകും. ഖാദി വസ്ത്രങ്ങൾക്ക് 30% സർക്കാർ റിബേറ്റും 25 ലക്ഷം രൂപയുടെ ആകർഷകമായ സമ്മാന പദ്ധതികളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ എന്നിവിടങ്ങളിലെ ജീവനക്കാർക്കും അധ്യാപകർക്കും 1 ലക്ഷം രൂപ വരെ ക്രെഡിറ്റ് സൗകര്യം മേളയിൽ ലഭ്യമാണ്. തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസിൽ പ്രവർത്തിക്കുന്ന ഖാദി ഗ്രാമ സൗഭാഗ്യ, തൊടുപുഴ മാതാ ആർക്കേഡ് ഖാദി ഗ്രാമ സൗഭാഗ്യ, കട്ടപ്പന ഖാദി ഗ്രാമ സൗഭാഗ്യ എന്നിവിടങ്ങളിലാണ് മേള നടക്കുന്നത്. സെപ്റ്റംബർ 4-ന് മേള അവസാനിക്കും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കരട് വോട്ടർ പട്ടിക എല്ലാവരും പരിശോധിച്ച് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് ഉറപ്പുവരുത്തണമെന്നും ഇല്ലെങ്കിൽ പേര് ചേർക്കുന്നതിനുള്ള നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളണമെന്നും ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി അറിയിച്ചു. ഇടുക്കി കളക്ടറേറ്റിൽ ആരംഭിച്ച വോട്ടർ ഹെൽപ്പ് ഡെസ്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കളക്ടർ. പേര് ചേർക്കുന്നതിന് പുറമെ പട്ടികയിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താനും അവസരമുണ്ടെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു.
കരട് വോട്ടർ പട്ടിക എല്ലാവരും പരിശോധിച്ച് വോട്ടർ പട്ടികയിൽ പേരുണ്ടോയെന്ന് ഉറപ്പുവരുത്തണമെന്നും ഇല്ലെങ്കിൽ പേര് ചേർക്കുന്നതിനുള്ള നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളണമെന്നും ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അഭ്യർത്ഥിച്ചു. ഇടുക്കി കളക്ടറേറ്റിൽ ആരംഭിച്ച വോട്ടർ ഹെൽപ്പ് ഡെസ്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കളക്ടർ. പേര് ചേർക്കുന്നതിന് പുറമെ പട്ടികയിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താനും അവസരമുണ്ടെന്നും എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തണമെന്നും കളക്ടർ പറഞ്ഞു. വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കുവാനും പേര് ചേർക്കുന്നതിനും മേൽവിലാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുന്നതിനുമുള്ള അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസരം വോട്ടർ ഹെൽപ്പ് ഡെസ്ക് വഴി ലഭിക്കും. ജൂലൈ 23-നാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത്. പേര് ചേർക്കുന്നതിനും പട്ടികയിൽ ഭേദഗതി വരുത്തുന്നതിനും ഒരു വാർഡിൽ നിന്ന് മറ്റൊരു വാർഡിലേക്കോ പോളിംഗ് സ്റ്റേഷനിലേക്കോ സ്ഥാനമാറ്റം വരുത്തുന്നതിനും പേരൊഴിവാക്കുന്നതിനുമുള്ള അപേക്ഷകൾ വ്യാഴാഴ്ച ഓഗസ്റ്റ് 7 വരെ നൽകാം. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലാണ് ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. 2025 ജനുവരി 1-നോ അതിനു മുൻപോ 18 വയസ്സ് പൂർത്തിയായവർക്ക് പേര് ചേർക്കാം. വാർഡ് പുനർവിഭജനത്തെ തുടർന്ന് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിലവിലുണ്ടായിരുന്ന വോട്ടർ പട്ടിക പുതിയ വാർഡുകളിൽ ഡീലിമിറ്റേഷൻ ഉത്തരവ് അടിസ്ഥാനമാക്കിയാണ് പുനഃക്രമീകരിച്ചത്. യോഗത്തിൽ ADM ഷൈജു പി ജേക്കബ്, ഡെപ്യൂട്ടി കളക്ടർമാരായ അതുൽ സ്വാമിനാഥൻ, സുജ വർഗീസ്, മറ്റ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കേരള NGO യൂണിയൻ കനൽ കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ അനുസ്മരണം സംഘടിപ്പിച്ചു. തൊടുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ യോഗം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP മേരി ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് KK പ്രസൂപകുമാർ അധ്യക്ഷത വഹിച്ചു. കേരള NGO യൂണിയൻ കനൽ കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ അനുസ്മരണം സംഘടിപ്പിച്ചു. തൊടുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ യോഗം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP മേരി ഉദ്ഘാടനം ചെയ്തു. സഖാവ് VSനെ സ്മരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മയിൽ നിന്ന് എടുത്തു പറയാനായിട്ട് കഴിയും. 102 വയസ്സ് തികയാൻ 2-3 മാസം മാത്രം അവശേഷിക്കുമ്പോഴാണ് സഖാവ് VS ഇവിടെ പറയുന്നത്. താൻ ജീവിച്ച അല്ലെങ്കിൽ തനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഏതാണ്ട് 85 വർഷക്കാലം ഈ കേരള സമൂഹത്തിലെ മനുഷ്യന് വേണ്ടി മാത്രമല്ല, പ്രകൃതി സംരക്ഷിക്കുന്നതിന് വേണ്ടി, അഴിമതിക്കെതിരായി, സ്ത്രീത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടി, സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്ന് വേണ്ട സഖാവ് VS പൊതുപ്രവർത്തന രംഗത്ത് നിന്നിരുന്ന ഘട്ടത്തിൽ അദ്ദേഹം തൊടാത്ത, ഏറ്റെടുക്കാത്ത ഒരു മേഖലയും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യനെ അടിമ സമാനമായി കണ്ടിരുന്ന, ജന്മിത്തം കൊടികുത്തി വാണിരുന്ന ഒരു കാലഘട്ടത്തിലാണ് സഖാവ് VS ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം കേരളത്തിലെ മുഖ്യധാര, ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എതിർത്തിരുന്ന പത്രങ്ങളടക്കം ഏതാണ്ട് എല്ലാ പത്രങ്ങളും, ദേശീയ മാധ്യമങ്ങളും അടക്കം സഖാവ് VSനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളെ എണ്ണിപ്പറഞ്ഞുകൊണ്ടും വാർത്തകളൊക്കെ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് KK പ്രസൂപകുമാർ അധ്യക്ഷനായി. യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM ഹാജറ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S സുനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ സെക്രട്ടറി CS മഹേഷ് സ്വാഗതവും കനൽ കലാവേദി കൺവീനർ സജിമോൻ T മാത്യു നന്ദിയും പറഞ്ഞു. ഓണം അടുത്തതോടെ ഖജനാവ് നിറയ്ക്കാൻ പോലീസ് സേന സജീവമാകുന്നതായി സൂചന. തൊടുപുഴ നഗരത്തിൽ ആവശ്യമായ പാർക്കിംഗ് സൗകര്യങ്ങൾ ഇല്ലാത്ത സാഹചര്യത്തിൽ ടൗണിൽ നിന്ന് മാറി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവർക്കും പെറ്റി ചുമത്താൻ തുടങ്ങി. പെറ്റി കേസ് ചുമത്തിയും ലോട്ടറി വിറ്റും ഒരു നാട് ഭരിക്കാമെന്ന സർക്കാരിലെ സാമ്പത്തിക വിദഗ്ധരുടെ കണ്ടെത്തലാണ് കേരളത്തിലെ പിന്നോട്ടടിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. സമരം ചെയ്യാനല്ലാതെ ഭരിക്കുവാൻ അറിയില്ല എന്ന് തെളിയിക്കുന്ന ജനാധിപത്യമാണ് ഇപ്പോൾ നമ്മെ വലിഞ്ഞു മുറുക്കുന്നത്. വീണ്ടും ഭരിക്കുവാനും ഭരണത്തിൽ തിരികെ എത്തുവാനും മത്സരിക്കുന്നവർ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മാത്രം അറിയുന്നില്ല. ഓണം അടുത്തതോടെ ഖജനാവ് നിറയ്ക്കാൻ പോലീസ് സേന സജീവമാകുന്നതായി സൂചന. തൊടുപുഴ നഗരത്തിൽ ആവശ്യമായ പാർക്കിംഗ് സൗകര്യമില്ലാത്ത സാഹചര്യത്തിൽ ടൗണിൽ നിന്നും മാറി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവർക്കും പെറ്റി ചുമത്താൻ തുടങ്ങി. തൊടുപുഴ റിവർവ്യൂ റോഡിന്റെ പ്രവേശന കവാടത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് അസൗകര്യമെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് ഇവിടെ നോ പാർക്കിംഗ് പ്രദേശമായി പ്രഖ്യാപിച്ചു.
സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തുന്നവർ ഉൾപ്പെടെയുള്ളവരായിരുന്നു ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നത്. എന്നാൽ സമീപത്തുള്ള ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കുവാൻ വരുന്നവരാണ് വാഹനം പാർക്ക് ചെയ്യുന്നവരെന്ന് ആരോപിച്ചാണ് അടുത്ത നാളിൽ പോലീസ് ഇവിടെ നോ പാർക്കിംഗ് പ്രഖ്യാപനം നടത്തിയത്. ഇതേ തുടർന്ന് ഇപ്പോൾ റിവർവ്യൂ റോഡിന്റെ രണ്ട് വശങ്ങളിലും വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. സ്വകാര്യ ആശുപത്രിയിൽ പാർക്കിംഗ് ഏരിയ നിറയുന്നതോടെ അവിടെ എത്തുന്നവരാണ് പുഴയോര റോഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. എന്നാൽ ഇതും വരുമാനത്തിനുള്ള മാർഗമായി പോലീസ് ഉപയോഗിക്കുന്നതായി ആക്ഷേപം ഉയർന്നു. ഇന്ന് രാവിലെ പുഴയോര റോഡിൽ പാർക്ക് ചെയ്ത വാഹനങ്ങളുടെ ഫോട്ടോ പോലീസ് ഉദ്യോഗസ്ഥർ എടുത്തതായി വാഹന ഉടമകൾ ആരോപിച്ചു. ഇവർക്കെല്ലാം പിഴ ചുമത്തുമെന്നാണ് സൂചന. കുറ്റവാളികളെ പിടികൂടാതെ കുറ്റം ചെയ്യാത്തവരെ കുറ്റവാളികളാക്കുന്ന പോലീസ് നിലപാട് വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. DGP, ജില്ലാ പോലീസ് മേധാവികൾക്കും പോലീസ് മേധാവികൾ DYSPമാർക്കും SHOമാർക്കും SIമാർക്കും പ്രതിദിനം ഇത്രയെണ്ണം പെറ്റി കേസുകൾ ചുമത്തണമെന്ന പഴയ സിസ്റ്റം മാറേണ്ടിയിരിക്കുന്നു. അക്രമികളെ അമർച്ച ചെയ്യുന്നതിന് പകരം പെറ്റ്ക്വാട്ട തികയ്ക്കുന്നതിനുള്ള നെട്ടോട്ടത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ. പെറ്റി കേസ് ചുമത്തിയും ലോട്ടറി വിറ്റും ഒരു നാട് ഭരിക്കാമെന്ന സർക്കാരിലെ സാമ്പത്തിക വിദഗ്ധരുടെ കണ്ടെത്തലാണ് കേരളത്തിലെ പിന്നോട്ടടിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. വെളിച്ചെണ്ണയ്ക്ക് 150 രൂപ വിലയുണ്ടായിരുന്നപ്പോൾ വിലക്കയറ്റം പറഞ്ഞ് സമരം ചെയ്തവർ അധികാരത്തിലെത്തിയപ്പോൾ വെളിച്ചെണ്ണ വില 500-ലെത്തിയപ്പോഴും ഒരു നടപടിയും സ്വീകരിക്കാത്ത സാഹചര്യമാണ്. കർഷകർക്ക് വിലക്കയറ്റം ഗുണം ചെയ്യുമെന്നാണ് താത്വിക ആചാര്യന്മാരുടെ കണ്ടെത്തൽ. സമരം ചെയ്യാനല്ലാതെ ഭരിക്കുവാൻ അറിയില്ല എന്ന് തെളിയിക്കുന്ന ജനാധിപത്യമാണ് ഇപ്പോൾ നമ്മെ വലിഞ്ഞു മുറുക്കുന്നത്. വീണ്ടും ഭരിക്കുവാനും ഭരണത്തിൽ തിരികെ എത്തുവാനും മത്സരിക്കുന്നവർ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മാത്രം അറിയുന്നില്ല. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മണ്ണിൽ പൊന്നു വിളയിച്ച കർഷകർ പട്ടയം ലഭിക്കാതെ ദുരിതത്തിൽ. 100-ലേറെ വർഷം മുൻപ് കൃഷിക്കായി അധികൃതർ കുടിയിരുത്തിയ കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ നെയ്യശ്ശേരി വില്ലേജിൽപ്പെട്ട മുളപ്പുറം കൂട്ടക്കല്ല് നിവാസികളാണ് ദുരിതത്തിൽ കഴിയുന്നത്. 2 കിലോമീറ്റർ തേക്ക് പ്ലാന്റേഷനുള്ളിലാണ് ഈ കാർഷിക ഗ്രാമം. BBC പ്രത്യേക പ്രതിനിധി R. പ്രദീപ് തയ്യാറാക്കിയ റിപ്പോർട്ട്. വനം വകുപ്പ് അളന്നു തിരിച്ച് ജണ്ടയിട്ട് നൽകിയ ഭൂമിക്ക് റവന്യൂ വകുപ്പ് പട്ടയം നിഷേധിക്കുന്നതായി പരാതി. 100-ലേറെ വർഷങ്ങൾക്ക് മുൻപ് കൃഷിക്കായി സർക്കാർ നൽകിയ ഭൂമിയാണിതെന്ന് പ്രദേശവാസികൾ പറയുന്നു. 100 ഏക്കറോളം ഭൂമിയിൽ പകുതിയിൽ താഴെ ഭൂമിക്ക് സർക്കാർ ഇതുവരെ പട്ടയം നൽകിയിട്ടുള്ളൂ. പട്ടയമുള്ള ഭൂമിയിൽ നട്ടുപിടിപ്പിച്ച പ്ലാവ്, ആഞ്ഞിലി, മാവ് തുടങ്ങിയ മരങ്ങൾ കാറ്റത്ത് ഒടിഞ്ഞു വീണാലും കൊണ്ടുപോകാൻ വനം വകുപ്പ് അനുവദിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പട്ടയത്തിനായി നൽകിയ അപേക്ഷയിൽ തീരുമാനമെടുക്കാൻ സർക്കാർ തയ്യാറാകാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇടുക്കി ജില്ലയിൽ തൊടുപുഴ താലൂക്കിൽ കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ നെയ്ശ്ശേരി വില്ലേജിലെ 40ഓളം കുടുംബങ്ങളാണ് പരാതിക്കാർ. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ മുതൽ ഇവിടെ കൂട്ടക്കല്ലിൽ താമസിക്കുന്നതാണ്. ഞങ്ങളെ ഇവിടെ കുടിയിരുത്തിയതാണ്. ഞങ്ങൾക്ക് ഇതുവരെ പട്ടയം അനുവദിച്ചിട്ടില്ല. 82 ഇവിടെ ജണ്ടയിട്ട് പോയതാണ്. ഇതുവരെ ഞങ്ങൾക്ക് പട്ടയം അനുവദിച്ചിട്ടില്ല. സ്ഥലത്തിൻ്റെ ഞങ്ങൾ പട്ടയം കെട്ടിക്കൊണ്ടിരുന്നതാണ്. അതിപ്പോൾ കെട്ടാൻ അനുവദിക്കണമില്ല, പോകണമില്ല, മേടിക്കണമില്ല. അവിടെ ചെന്നപ്പോൾ അങ്ങനെ പട്ടയം ഇല്ലെന്നാണ് അവർ പറയുന്നത്. വാഴയുടെ ഉപയോഗിക്കും. ഇല്ല, അങ്ങനെ പട്ടയമായിട്ട് തന്നിട്ടില്ല. ഇവിടെ ഞങ്ങൾക്ക് എൻ്റെ കാരണവന്മാരായിട്ട് തന്നെ ഇവിടെ ഞാൻ ജനിച്ചു വളർന്ന അവർക്ക് ഇവിടെ സർസിപ്പിയുടെ കാലത്ത് കൃഷി ആവശ്യത്തിന് വേണ്ടി കൊടുത്ത സ്ഥലങ്ങളാണ് ഇത്ര സ്ഥലം. അതുകൂടാതെ ബാക്കി പട്ടയില്ലാത്ത കുറേ സ്ഥലങ്ങൾ എല്ലാവരുടെയും വീടിൻ്റെ പട്ടയമുള്ളവരോട് ചേർന്ന് ബാക്കിയുള്ള സ്ഥലങ്ങൾ 87 ജണ്ടയിട്ട് കിട്ടിയിട്ടുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ ഇതുവരെയും അപേക്ഷ വെച്ചിട്ട് ഞങ്ങൾക്ക് ഇതിന് പട്ടയമായിട്ടില്ല. നമ്മൾ അന്വേഷിച്ച് ചെന്ന് കഴിയുമ്പോൾ അവർ നിങ്ങളുടെ പേര് ലിസ്റ്റിൽ വന്നിട്ടില്ല, വരുമ്പോൾ നിങ്ങൾ വിളിക്കും, നിങ്ങളെ അറിയിക്കും, അന്നേരം നിങ്ങൾക്ക് പട്ടയം തരുന്നതാണ് കരുവണ്ണൂരുള്ള റവന്യൂ ഓഫീസിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മറുപടി. 83 ഞാനിവിടെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാണ്. അപ്പം അന്ന് തുടങ്ങി പട്ടയില്ലാത്ത ഭൂമിയായിട്ടാണ് ഞങ്ങൾ 3-4 പ്രാവശ്യം എൻ്റെ ആച്ചനായത് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതുവരെയും പട്ടയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് ഇപ്പം 3 വീട്ടുകാരെ ഗവൺമെൻറ് ഇറക്കി വിട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് പട്ടയില്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങളെങ്ങനെ ആയിരിക്കുന്നു. ഇപ്പം നിലവിൽ അങ്ങനെ പൈസ കിട്ടി വീടും പൊളിച്ച് ഇവിടുന്ന് പോയേക്കണം 3 വീട്ടുകാർക്ക് പൈസ അപേക്ഷ കൊടുത്തതിൽ 3 വീട്ടുകാർക്ക് പകുതി പൈസ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പൈസ എന്നാ കിട്ടണമെന്ന് അവരോട് ചോദിച്ചിട്ട് അവർക്ക് ഒരറിയിപ്പോ ഒരു കാര്യങ്ങളും കിട്ടിയിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. മുളപ്പുറം, കൂട്ടക്കല്ല്, മാങ്ങാത്തൊട്ടി, കൊച്ചു കൂട്ടക്കല്ല് എന്നിവിടങ്ങളിലെ 100 ഏക്കറോളം സ്ഥലത്തെ താമസക്കാരാണിവർ. 1987 വനംവകുപ്പ് അളന്നു തിരിച്ച് ജണ്ടയിട്ട് വനത്തിൽ നിന്നും വേർതിരിച്ച് നൽകി. കരിമണ്ണൂർ തൊമ്മൻകുത്ത് റോഡിൽ നിന്നും 2 കിലോമീറ്റർ തേക്ക് പ്ലാന്റേഷനുള്ളിൽ ഒറ്റപ്പെട്ട സ്ഥലമാണിവിടം. മഴക്കാലമായാൽ റോഡ് മുഴുവൻ ചെളിക്കുണ്ടായി ഗതാഗത യോഗ്യമല്ലാതാകും. വന്യമൃഗങ്ങളോടും പ്രതികൂല കാലാവസ്ഥയോടും മല്ലടിച്ച് മണ്ണിൽ പൊന്നു വിളയിച്ച ഇവർക്ക് എന്നും അവഗണന മാത്രമാണ്. വോട്ടഭ്യർത്ഥിക്കാൻ മാത്രമാണ് രാഷ്ട്രീയ നേതാക്കൾ ഇവിടെ എത്തുന്നതെന്നും പ്രദേശവാസികൾ കുറ്റപ്പെടുത്തി. പതിച്ചു നൽകിയ ഭൂമിയിൽ പട്ടയം നൽകിയപ്പോൾ പണമില്ലാത്തതിനാൽ 50 സെന്റും 30 സെന്റും മാത്രമാണ് പട്ടയമായി എഴുതി വാങ്ങിയത്. പിന്നീട് മക്കൾക്ക് ഭൂമി വീതം വെച്ചപ്പോൾ പലർക്കും പട്ടയമില്ലാത്ത ഭൂമിയിൽ വീട് വെക്കേണ്ട സാഹചര്യവുമുണ്ടായി.
അർഹതപ്പെട്ട പട്ടയം നൽകണമെന്ന് അഭ്യർത്ഥിച്ച് അപേക്ഷ നൽകിയിട്ടും ഇതുവരെ പട്ടയം നൽകിയിട്ടില്ല. പട്ടയ പ്രശ്നത്തിൽ ഉടൻ തീരുമാനമെടുത്തില്ലെങ്കിൽ വോട്ട് ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്ന് നാട്ടുകാർ അറിയിച്ചു. നമ്മുടെ സർക്കാർ തന്നെ കുടിയിരുത്തിയ ഒരു സ്ഥലമാണ് കൂട്ടക്കൽ എന്ന് പറയുന്ന പ്രദേശം. അന്ന് കുടിയിരുത്തിയവരുടെ സന്തതി പരമ്പരകളാണ് ഇവിടെ ഇപ്പം നിലവിലുള്ളത്. പക്ഷേ അവർക്ക് പട്ടയം കിട്ടാത്തതുകൊണ്ട് അവർക്ക് അവരുടെ ഒരു കാര്യങ്ങളും നടത്താൻ കഴിയുന്നില്ല. ഇപ്പം ഏറ്റവും ഒടുവിൽ റീബിൽഡ് കേരള എന്നുള്ള ഒരു പദ്ധതി പ്രകാരം ഇവരെ നിസ്സാര തുക കൊടുത്ത് ഇവിടുന്ന് ഇറക്കി വിടാനുള്ള ശ്രമത്തിലാണ് വനം വകുപ്പും സർക്കാരും തയ്യാറെടുത്ത് നിൽക്കുന്നത്. അപ്പോൾ അതിനുള്ള മുന്നോടിയായിട്ടാണ് ഇവർക്ക് പട്ടയം കൊടുക്കാതിരിക്കുന്നതാണെന്ന് ഇവർ ആരോപിക്കുന്നത്. ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം. BBC ന്യൂസിന് വേണ്ടിയിട്ട് R. പ്രദീപ്, ക്യാമറാമാൻ PSK പ്രവീണിനൊപ്പം. ഇടുക്കിയിൽ അപകടാവസ്ഥയിലുള്ള സ്കൂൾ കെട്ടിടം പൊളിച്ചു നീക്കാൻ നടപടിയില്ല. നെടുങ്കണ്ടം പാറത്തോട് ഗവൺമെന്റ് തമിഴ് മീഡിയം സ്കൂളിന്റെ പഴയ കെട്ടിടമാണ് വിദ്യാർത്ഥികൾക്ക് ഭീഷണി ഉയർത്തി നിലകൊള്ളുന്നത്. LP വിഭാഗം പ്രവർത്തിക്കുന്ന ഭാഗത്താണ് പഴയ കെട്ടിടം അപകടാവസ്ഥയിൽ നിൽക്കുന്നത്. 2019 പെരുമഴയിലാണ് പാറത്തോട് സ്കൂളിൽ LP വിഭാഗം പ്രവർത്തിച്ചിരുന്ന കെട്ടിടം അപകടാവസ്ഥയിലായത്. ഭിത്തിയിൽ വലിയ വിള്ളൽ രൂപപ്പെടുകയും തറ താഴേക്കിരിക്കുകയും ചെയ്തു. 2020 ബന്ധപ്പെട്ട വകുപ്പുകൾ നടത്തിയ പരിശോധനകളെ തുടർന്ന് കെട്ടിടം പ്രവർത്തനസജ്ജമല്ലെന്ന് വിലയിരുത്തുകയും പൊളിച്ചു നീക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ PTA തുടർച്ചയായി ജില്ലാ പഞ്ചായത്തിനും വിവിധ വകുപ്പുകൾക്കും അപേക്ഷ നൽകിയെങ്കിലും കെട്ടിടം പൊളിച്ചു നീക്കിയില്ല. പൊളിക്കുന്നതിനായി 2 തവണ ടെൻഡർ വിളിച്ചെങ്കിലും തുക കുറവായതിനാൽ ആരും ടെൻഡർ വിളിച്ച് കരാർ എടുക്കാൻ തയ്യാറായിട്ടില്ല. LP വിഭാഗം ക്ലാസുകളും കുട്ടികളുടെ കളിസ്ഥലവും ഈ കെട്ടിടത്തോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. വിള്ളൽ രൂപപ്പെട്ട ഭാഗത്തേക്ക് കുട്ടികൾ കടക്കാതിരിക്കാൻ പഴയ ഡെസ്കുകളും മറ്റും ഉപയോഗിച്ച് സ്കൂൾ അധികൃതർ താൽക്കാലികമായി ഈ ഭാഗം അടച്ചിരിക്കുകയാണ്. കെട്ടിടത്തിന്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി NDRFനെ അടക്കം സ്കൂൾ അധികൃതർ സമീപിച്ചിരുന്നു. ഓരോ തവണയും കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന വിലയിരുത്തൽ അല്ലാതെ നടപടി ഉണ്ടാകുന്നില്ല. അത് 2019 സർക്കാരിന് വന്ന് നോക്കിയിട്ട് ഇത് വയ്ക്കാൻ പാടില്ല, പൊളിച്ചു കളയണം, അങ്ങനെയാണ് ഒരു പേപ്പറും കൂടി കൊടുത്തിട്ട് പോയത്. പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ പേപ്പർ കൊടുത്തിട്ട് ഇത് പൊളിക്കാനുള്ള പേപ്പറൊക്കെ കൊടുത്തായിരുന്നു. ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ വർഷം സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എങ്ങനെയെങ്കിലും ഇത് പൊളിച്ചു കളയണം, അങ്ങനെ ഉള്ള അപേക്ഷ കൊടുത്തിട്ട് നമ്മൾ ലേലം വെച്ച് ഇത് പൊളിച്ച് മാറ്റാനായിട്ട് നമ്മൾ പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്ത് എല്ലാം പരസ്യം കൊടുത്ത് ലേലം വിളിച്ചതാണ്. 2 പ്രാവശ്യം വിളിച്ചിട്ടും ആരും ഇത് പൊളിക്കാനായിട്ട് ഫണ്ടില്ലാത്ത കാരണം നമുക്ക് പൊളിക്കാൻ പറ്റില്ലാത്ത ഒരു അവസ്ഥയിലാണ്. இந்த பில்டிங் ரொம்ப மோசமா இருக்கு, யாரும் பிள்ளையார் வர முடியாதுன்னு 2 பக்கமும் வேலி போட்டு உள்ள வர விடாம இங்கேயே தடுத்து நிப்பாட்டி வச்சிருக்காங்க. இது என்னைக்கு இருந்தாலும் ஒரு சின்ன ஆபத்து இருக்கும். அதை உடனே ஸ்டெப் எடுத்து ഉടനെ റെഡി പണണമെന്ന് താഴ്മയാ കേട്ടുകൊള്ളുகிறோம். വൻ ദുരന്തം ഉണ്ടാകുന്നതുവരെ കാത്തിരിക്കാതെ കെട്ടിടം പൊളിച്ചു നീക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ സഹകരണത്തോടെ തൊടുപുഴയിൽ ഫോസ്റ്റാക് ട്രെയിനിംഗ് സംഘടിപ്പിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഫുഡ് സേഫ്റ്റി ഓഫീസർ ഡോക്ടർ രാഗേന്ദു, മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CK നവാസ്, ട്രഷറർ അനിൽ പീടികപ്പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ സഹകരണത്തോടെ തൊടുപുഴയിൽ ഫോസ്റ്റാക് ട്രെയിനിംഗ് സംഘടിപ്പിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ ഉദ്ഘാടനം ചെയ്തു. പലപ്പോഴും നിയമങ്ങൾ അറിയില്ലാത്തതുമൂലം പലതരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിനെല്ലാം പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഉദ്യോഗസ്ഥന്മാർ കടയിൽ പരിശോധിച്ച് കഴിയുമ്പോൾ എന്നെ വിളിച്ച് പറയുമ്പോൾ ഉദ്യോഗസ്ഥൻ വീട്ടിലേക്കാണ് ഓടി വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ കടയിൽ ഇത് നമുക്ക് ഇന്ന് രാവിലെ 2000-3000 രൂപ കൊടുത്ത് ട്രെയിനിങ് എടുക്കുന്ന അറ്റൻഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ് നമ്മൾ ഫ്രീ ആയിട്ട് നമുക്കിവിടെ ഡിപ്പാർട്ട്മെന്റ് തരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ നമ്മുടെ വ്യാപാരികളെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിനു വേണ്ടി സഹായിച്ചിട്ടുള്ള മാഡത്തിനെ ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഫുഡ് സേഫ്റ്റി ഓഫീസർ ഡോക്ടർ രാഗേന്ദു ആമുഖ പ്രസംഗം നടത്തി. ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമം 2006 പ്രകാരം എന്തെല്ലാം മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് കച്ചവട സ്ഥാപനങ്ങൾ നടത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ്സാണ് ഈ ഒരു പ്രോഗ്രാം ഫോസ്റ്റാക് എന്ന് പറയും.
ഫുഡ് സേഫ്റ്റി ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം വഴി നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതുവഴി ഇതിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ വ്യാപാരികൾക്കും ഫോസ്റ്റാക്കിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ലഭ്യമാണ്. ഈ ഫോസ്റ്റാക്ക് സർട്ടിഫിക്കറ്റ് നമ്മുടെ കടയിൽ അത് ഡിസ്പ്ലേ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ ഹൈജീൻ റേറ്റിംഗ്, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ചെയ്യുന്ന വേറൊരു പരിപാടിയാണ് ഹൈജീൻ റേറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഹൈജീൻ റേറ്റിങ്ങിനും ഈ ഫോസ്റ്റാക്ക് അതുപോലെ ഒരു ബാക്കി മാൻഡേറ്ററി ഡോക്യുമെൻറ്റ്സിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമ്മളിതിനെ കൺസിഡർ ചെയ്യുന്നു. നമ്മളൊരു അവബോധം, അതായത് എല്ലാവർക്കും ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എൻഫോഴ്സ്മെൻറ്റിനോട് കൂടെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മളിപ്പോൾ IEC പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. യോഗത്തിൽ ജനറൽ സെക്രട്ടറി CK നവാസ്, ട്രഷറർ അനിൽ പീടികപ്പറമ്പിൽ, വൈസ് പ്രസിഡന്റുമാരായ ഷെരീഫ് സർഗം, KP ശിവദാസ്, സെക്രട്ടറി ലിജോൺസ് ഹിന്ദുസ്ഥാൻ, ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് സീനിയർ ക്ലർക്ക് ഹരീഷ് PM, നൌഷാദ് VP എന്നിവർ ആശംസകൾ അറിയിച്ചു. പ്രശസ്ത ട്രെയിനർ ജാഫർ ക്ലാസ് നയിച്ചു. സെക്രട്ടറി ഷിയാസ് MPs നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോതമംഗലം ബ്ലോക്കിലെ കവളങ്ങാട് പഞ്ചായത്ത് മെമ്പർമാരായ സിബി മാത്യു, ഉഷ ശിവൻ, ലിസി ജോളി എന്നിവരെ അയോഗ്യരാക്കി കോടതി വിധി. 2023 ഓഗസ്റ്റ് മാസം 8-ാം തീയതി നടന്ന കവളങ്ങാട് പഞ്ചായത്തിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലാണ് UDF അംഗങ്ങളായ ഈ 3 അംഗങ്ങൾ കൂറുമാറി വോട്ട് ചെയ്തത്. 3 UDF മെമ്പർമാർ ഇടതുപാളയത്തിലെത്തിയതോടെ ഭരണം LDF-നാകുകയായിരുന്നു. കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് പറഞ്ഞു. കോതമംഗലം ബ്ലോക്കിലെ കവളങ്ങാട് പഞ്ചായത്ത് മെമ്പർമാരായ സിബി മാത്യു, ഉഷ ശിവൻ, ലിസി ജോളി എന്നിവരെ അയോഗ്യരാക്കി കോടതി വിധി. ഇതിൽ സിബി മാത്യു നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റാണ്. 2023 ഓഗസ്റ്റ് മാസം 8-ാം തീയതി നടന്ന കവളങ്ങാട് പഞ്ചായത്തിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലാണ് UDF അംഗങ്ങളായ ഈ 3 അംഗങ്ങൾ കൂറുമാറി വോട്ട് ചെയ്തത്. 2.5 വർഷത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച ശേഷം പിന്നീട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടന്ന സമയമായിരുന്നു അന്ന്. 3 UDF മെമ്പർമാർ ഇടതുപാളയത്തിലെത്തിയതോടെ ഭരണം LDF-നാകുകയായിരുന്നു. കൂറുമാറി വന്നവരുടെ നേതൃത്വത്തിൽ LDF നടത്തിയ 2 വർഷക്കാലത്തെ ഭരണം കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനത്തെ ആകെ അവതാളത്തിലാക്കിയിരിക്കുകയാണെന്നും UDF കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ അവർ അട്ടിമറിച്ചതായും നാട്ടിൽ വികസനക്ഷേമ പ്രവർത്തനങ്ങളൊന്നും തന്നെ നടപ്പിലാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നും കോടതി വിധിയിൽ സന്തോഷത്തോടെയാണ് കാണുന്നതെന്നും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് പറഞ്ഞു. 3 ഐക്യജനാധിപത്യ മുന്നണിയിൽ കാലുമാറി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ചേക്കേറിയവരെ അവരുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കിക്കൊണ്ടുള്ള അവരുടെ ഈ തീരുമാനത്തെ അസാധുവാക്കിക്കൊണ്ടുള്ള കോടതി നടപടിയെ കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി വളരെ സന്തോഷത്തോടുകൂടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. പണിയെടുത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഷ്ടപ്പെട്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ പണിയെടുത്ത് വിജയിച്ചവർ അവർ മറുകണ്ഠം ചാടി, എന്തോ സ്വന്തം ലാഭത്തിന് വേണ്ടി മറുകണ്ഠം ചാടി അവർ ഇടതുപക്ഷ മുന്നണിയുമായി സഹകരിച്ച് മുന്നോട്ട് പോയ ഒരു കാലഘട്ടം നമുക്കറിയാം. ഈ കവളങ്ങാട് പഞ്ചായത്തിൻ്റെ ഏറ്റവും മോശപ്പെട്ട കാലഘട്ടമായിട്ടത് നമുക്ക് കാണാം. ഈ 3 പേരെയും പാർട്ടിയിൽ നിന്ന് അന്ന് തന്നെ പുറത്താക്കി കോൺഗ്രസ് ആ കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചതാണ്. അതിന് കോടതിയുടെ പിന്തുണ കിട്ടിയതിൽ കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ വിജയം വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ സ്വീകരിക്കുന്നു. നന്ദി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പ്രമുഖ ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളായ റെനോയുടെ പുതുക്കിയ 7 സീറ്റർ വാഹനമായ ന്യൂ ട്രൈബർ ഇന്ത്യൻ വിപണിയിലെത്തി. വാഹനത്തിന്റെ ലോഞ്ചിംഗ് തൊടുപുഴ TVS റെനോയിൽ നടന്നു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിലും ജനറൽ സെക്രട്ടറി CK നവാസും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രമുഖ ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളായ റെനോയുടെ പുതുക്കിയ 7 സീറ്റർ വാഹനമായ ന്യൂ ട്രൈബർ ഇന്ത്യൻ വിപണിയിലെത്തി. 6.29 ലക്ഷം രൂപ മുതൽ ആരംഭിക്കുന്ന വാഹനത്തിൽ കമ്പനി എല്ലാവിധ സുരക്ഷാ സവിശേഷതയും വാഗ്ദാനം ചെയ്യുന്നു. വാഹനത്തിന്റെ ലോഞ്ചിംഗ് തൊടുപുഴ TVS റെനോയിൽ നടന്നു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിലും ജനറൽ സെക്രട്ടറി CK നവാസും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ഷോറൂം മാനേജർ ശ്യാം ബോസ്, അത്തിക്കൽ ആർക്കേഡ് മാനേജിംഗ് ഡയറക്ടർ ജെയിംസ് അത്തിക്കൽ എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അച്ചയൻസ് ഗോൾഡിന്റെ 27ാമത്തെ ഷോറൂം മുണ്ടക്കയത്ത് പ്രവർത്തനം ആരംഭിച്ചു. അച്ചയൻസ് ഗോൾഡ് ഉടമ ടോണി വർക്കിച്ചിനും സിനിമാ താരങ്ങളായ ധ്യാൻ ശ്രീനിവാസനും അന്ന രാജനും ചേർന്ന് മുണ്ടക്കയത്തെ അച്ചയൻസ് ഗോൾഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങള് കടകളുടെ എണ്ണം കൂട്ടുന്നതിന്റെ ഇടയ്ക്ക് ആദ്യമായിട്ട് നമ്മൾ ആലോചിച്ചത് ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്ന സ്ഥലം.
അത് എവിടെയാണെന്ന് ഞങ്ങൾ ആദ്യം കണ്ടുപിടിച്ചു. കാരണം ഞങ്ങളുടെ ലിസ്റ്റിൽ ഒരു 35 കടയാണ് ഇപ്പൊ നിലവിലുള്ളത്. പക്ഷെ അതിൽ ആദ്യത്തെ കടകൾ എവിടെ തുടങ്ങണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ആലോചിക്കണ പോലും വന്നില്ല. ഫസ്റ്റ് തന്നെ പറഞ്ഞ കടയാണ് മുണ്ടക്കയം. അത് രണ്ടാമത്തെ കടയാണ് ഞങ്ങളിപ്പോ തുടങ്ങി. ചെങ്ങന്നൂര് 2ാം ഷോപ്പാണ്, അതായത് 27ാമത്തെ ഷോപ്പാണ് മുണ്ടക്കയം. പിന്നെ മുമ്പേ പറഞ്ഞു ആയെങ്കിലും ഇവിടെ പറഞ്ഞ വിശിഷ്ടാതിഥി. ഞാൻ അതൊന്നും അല്ല കേട്ടോ, ഞാൻ ജനങ്ങളുടെ ഇടയ്ക്കുള്ള ആളാണ്. നമ്മൾ ആരുമല്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ രാവിലെ എണീക്കോ ഇല്ലോ എന്ന് പോലും നമുക്കറിയില്ല. ചെയ്യുന്ന സമയത്ത് കുറെ പുണ്യപ്രവർത്തനങ്ങൾ ചെയ്ത് പോകുന്നു. ഒരു കാലയും ശ്രദ്ധിക്കാതെ നേരെ ഞാനൊക്കെ പോകുന്നു. എന്നെ കുറ്റം പറയുന്നവരെ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് അവരെന്നെ കുറ്റം പറയാൻ മടിക്കുകയും ചെയ്യുക. കാരണം ഒരു പരിധിയില്ല കുറ്റം പറയുന്നതിന്. എന്തായാലും കേട്ടാലും നാളെ ഇല്ലെന്ന് വെച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് കുറെ പേരൊക്കെ മടിച്ചു നിൽക്കുന്നുണ്ട് കുറ്റം പറയാൻ. ഈ കുറ്റം പറയേണ്ടവർക്ക് സന്തോഷത്തോടെ പറയാം. എന്നില്ലാതെ തന്നെ അച്ഛൻ ഇനിയും ചെയ്യും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ജനങ്ങൾ സപ്പോർട്ട് ഉള്ളിടത്തോളം സംഘപോലെ അച്ഛൻ ചെയ്യും, ഉറപ്പായിട്ട് ചെയ്യും. ഒരു ചടങ്ങാണ്. അപ്പം എല്ലാവരും ഒരു പരിപാടിയായിട്ട് തന്നെ ഒരു വേഗത്തിൽ എക്സ്പ്രസ് ചെയ്യണം റിക്വസ്റ്റ് ചെയ്യാണ്. ഒരു ബ്യൂട്ടിഫുൾ എന്താ മഴയാണ്, നിങ്ങളെല്ലാരും മഴയത്ത് നിൽക്കുന്നതിൽ ഒരുപാട് സങ്കടമുണ്ട്. എന്തായാലും അതിനനുസരിച്ച് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ലവ് യു. ഗോൾഡില് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം ലഭിക്കും. തൂക്കത്തിൽ കുറവ് വരുത്താതെ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് എപ്പോൾ വേണേലും ഞങ്ങളുടെ ഈ ഷോറൂമിൽ വന്ന് സ്വർണം വിറ്റ് അത് ക്യാഷ് അടിച്ചുകൊണ്ട് പോകാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ബാങ്കിൽ പണയം വെച്ച് നിങ്ങൾ എടുക്കാനാവാതെ ഇരിക്കുന്ന സ്വർണം ഉണ്ടെങ്കിൽ ഞങ്ങളെ വന്ന് ബന്ധപ്പെടുക. ഞങ്ങൾ ക്യാഷുമായിട്ട് വന്ന് നിങ്ങളുടെ സ്വർണം റിലീസാക്കി, നിങ്ങളുടെ പണയ സ്ഥാപനത്തിൽ നിന്ന് റിലീസാക്കി നിങ്ങളുടെ ആ സ്വർണം അതിൻ്റെ ബാക്കി പൈസ നിങ്ങൾക്ക് തരത്തക്ക രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സുഭാഷ് ഫസാനാണ്. അപ്പൊ നമ്മുടെ സ്വന്തം ഗുണമേന്മ കൊണ്ടും രുചി വൈവിധ്യങ്ങൾ കൊണ്ടും കേരളത്തിന്റെ ജനകീയ ബ്രാൻഡായി മാറിയ നവ്യ ബേക്കേഴ്സ് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ നവ്യ ബേക്കേഴ്സിന്റെ ഉദ്ഘാടനം പി.ജി. ജോസഫ് MLA നിർവഹിച്ചു. തൊടുപുഴ ഫൊറോന പള്ളി വികാരി ഫാദർ ജോസ് പുതൂർ ആശീർവാദം നടത്തി. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കെ. ദീപക് ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഗുണമേന്മ കൊണ്ടും രുചി വൈവിധ്യങ്ങൾ കൊണ്ടും കേരളത്തിന്റെ ജനകീയ ബ്രാൻഡായി മാറിയ നവ്യ ബേക്കേഴ്സ് ഇനി തൊടുപുഴയിലും. ഹാനികരമായ പ്രിസർവേറ്റീവുകളോ ട്രാൻസ്ഫാറ്റുകളോ കളറുകളോ ഉപയോഗിക്കാതെ പ്രകൃതിദത്ത നിറങ്ങളും രുചികളും മാത്രം ഉപയോഗിക്കുന്ന കേരളത്തിലെ ആദ്യ ബേക്കറി ശൃംഖലയായ നവ്യ ബേക്കേഴ്സിന്റെ 54ാമത് ഔട്ട്ലെറ്റാണ് തൊടുപുഴ അമ്പലം ബൈപ്പാസ് ജംഗ്ഷനിൽ വെള്ളരിങ്ങാട്ട് ടവറിൽ പ്രവർത്തനം ആരംഭിച്ചത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ പി.ജി. ജോസഫ് MLA നിർവഹിച്ചു. അവരെ ഞാൻ അഭിനന്ദിക്കുന്നു. ഈ സംബന്ധത്തെ എല്ലാ വിജയങ്ങളും തൊടുപുഴയ്ക്ക് മാറുന്നു. തൊടുപുഴ ഫൊറോന പള്ളി വികാരി ഫാദർ ജോസ് പുതൂർ ആശീർവാദം നടത്തി.
അത്ഭുതപ്പെടുന്ന ഈ സ്ഥാപനം അനുഗ്രഹീതമാകട്ടെ. ദൈവിക സംവിധാനങ്ങൾ സുവിശ്വസിച്ചുകൊണ്ട് ക്രമാത്മകമൊക്കെ മനോഹരമായി നിർവഹിച്ചുകൊണ്ട് മുന്നേറുന്ന ഏതൊക്കെ ജോലിക്ക് ഒക്കെ സാധ്യതകൾ ഒരുക്കി കൊടുക്കുന്ന ഈ പ്രസ്ഥാനത്തിന് പ്രത്യേകിച്ച് ഈ തൊഴിലുള്ള പ്രദേശത്തിൻ്റെ പേരിൽ നാട്ടിലായിട്ട് ദൈവമായ എല്ലാ ആശംസകളും നേടുകയാണ്. ഉന്നതമായ വിജയം നേടുവാനായിട്ട് ഒരു മാതൃകയായി പ്രശ്രമിക്കുവാൻ ഈ സ്ഥാപനത്തിനാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ വിധത്തിലുള്ള ആശംസകളും തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് ആദ്യ വിൽപ്പന നിർവഹിച്ചു. വെറൈറ്റിയും അതുപോലെ ക്വാളിറ്റിയും ഒരുപോലെ സ്വീകരിക്കുന്ന ഒരു പ്രദേശമാണ്. ആ കാര്യത്തിൽ ഒരു കോംപ്രമൈസിന് തയ്യാറല്ലാത്ത ഒരു പ്രദേശവുമായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വളരെ നല്ല രീതിയിലുള്ള മായം ചേർക്കാത്ത നല്ല രീതിയിലുള്ള വിഭവങ്ങൾ ഇവിടെ നൽകുമ്പോൾ അത് ഏറ്റവും സ്വീകാര്യത ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ജെസ്സി ആന്റണി, വാർഡ് കൗൺസിലർ ജയലക്ഷ്മി ഗോപൻ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് ഫൈസൽ, മുൻ മുനിസിപ്പൽ ചെയർമാൻ AM ഹാരിദ്, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ഞങ്ങളുടെ വ്യാപാരി കുടുംബത്തിലേക്ക് ഒരു നല്ല അംഗം കൂടി വന്നതിൽ ഞങ്ങൾ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ബിജുവിനും പഞ്ചായത്തും എല്ലാവർക്കും എല്ലാവിധ ഭാവവും നേരുന്നു. നവ്യ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ബിജു ജോസഫ് ചക്കിയത്ത് സ്വാഗതവും ഇലഞ്ഞിക്കൽ വെഞ്ചുവേഴ്സ് ഡയറക്ടർ സാജൻ ഇലഞ്ഞിക്കൽ നന്ദിയും രേഖപ്പെടുത്തി. 40 വർഷത്തിലേറെ പഴക്കമുള്ള നവ്യ ബേക്കേഴ്സ് പ്രീമിയം ബേക്കറി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു. ഹാനികരമായ പ്രിസർവേറ്റീവുകളോ ട്രാൻസ്ഫാറ്റുകളോ കളറുകളോ ഉപയോഗിക്കാതെ പ്രകൃതിദത്ത നിറങ്ങളും രുചികളും മാത്രം ഉപയോഗിച്ചും സ്വന്തം ഫാമിലെ പാലുൽപ്പന്നങ്ങളും കർഷകരിൽ നിന്നും ഉയർന്ന വിലയിലെടുക്കുന്ന ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ബേക്കറി ഉൽപ്പന്നങ്ങളാണ് നവ്യയുടെ ജനപ്രീതിക്ക് പിന്നിലെന്നും മാനേജിംഗ് ഡയറക്ടർ ബിജു ചക്കിയത്ത് പറഞ്ഞു. 100% പ്രകൃതിദത്തമായ കളറും ഫ്ലേവറും ചേർത്തുണ്ടാക്കുന്ന കേരളത്തിലെ ആദ്യ ബേക്കറിയാണ് നവ്യ. അതുപോലെ തന്നെയാണ് നമ്മളുണ്ടാക്കുന്ന ഭക്ഷണത്തിൽ മറ്റ് പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഷുഗർ ഏകദേശം 1 കിലോ പഞ്ചസാര 8 രൂപ കൂട്ടി കൊടുത്താണ് വാങ്ങുന്നത്. ഒരു മായമില്ലാത്ത പഞ്ചസാര, മെഡിസിൻ ഉപയോഗിക്കുന്ന പഞ്ചസാര പേരിയിൽ. അതുപോലെ തന്നെയാണ് ശർക്കര, ഏകദേശം 30 രൂപ 1 കിലോ ശർക്കരയ്ക്ക് അധികം കൊടുത്ത്. നമുക്കറിയാം ശർക്കരയിലൊക്കെ ഒത്തിരിയേറെ അഡൾട്രേഷൻ ഉള്ളതാണ്. അഡൾട്രേഷൻ ഇല്ലാത്ത ശർക്കര ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ കർഷകർ ഉണ്ടാക്കുന്ന ചക്ക, അതുപോലെ ധാരാളം ഫ്രൂട്ടുകൾ ഉപയോഗിച്ചാണ് ഞങ്ങൾ കേക്കിനുള്ള ഫ്രൂട്ട് ഫില്ലിംഗ് ജാമുകൾ ഉണ്ടാക്കുന്നത്. കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ടാണ് നവ്യ പ്രവർത്തിക്കുന്നത്, നവ്യ പോകുന്നത്. അതുപോലെ ഈ തൊടുപുഴയിൽ വരുമ്പോഴും ഇതൊരു കാർഷിക മേഖലയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഈ തൊടുപുഴയിലെ ഈ കാർഷിക മേഖലയിൽ ഈ നവ്യയെ പോലെ അല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഈ സാധനങ്ങളും ഒരു കാർഷിക ഉൽപ്പന്നങ്ങൾ മാക്സിമം ഉപയോഗിച്ചുണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ ലക്ഷ്യം. ബിസ്ക്കറ്റുകൾ, ഹൽവകൾ, പഫ്സ്, റോളുകൾ, ബർഗറുകൾ, സാൻഡ്വിച്ചുകൾ തുടങ്ങിയ ലഘുഭക്ഷണങ്ങൾ ഉൾപ്പെടെ 600-ലേറെ വ്യത്യസ്ത ഭക്ഷ്യോൽപ്പന്നങ്ങൾ നവ്യ ഉൽപ്പാദിപ്പിക്കുന്നു. വെഡ്ഡിംഗ്, ബർത്ത്ഡേ, ബേബി ഷവർ, ബാപ്റ്റിസം, ഫസ്റ്റ് കമ്മ്യൂണിയൻ, പ്രോഡക്റ്റ് ലോഞ്ചിംഗ് തുടങ്ങി എല്ലാവിധ ഒക്കേഷനുകൾക്കും അനുയോജ്യമായ പ്രീമിയം കേക്കുകളുടെ വിപുലമായ ശേഖരവും നവ്യ ബേക്കേഴ്സ് തൊടുപുഴയ്ക്കായി ഒരുക്കുന്നു. ആരോഗ്യ സംരക്ഷണം ശ്രദ്ധിക്കുന്ന ഉപഭോക്താക്കൾക്കായി ലഡു, നെയ്യപ്പം, ആവിയിൽ വേവിച്ച ലഘുഭക്ഷണങ്ങൾ തുടങ്ങിയവയും ലഭ്യമാണ്. നെയ്യും വെണ്ണയും വേർതിരിക്കാത്ത യഥാർത്ഥ പശുവിൻ പാലും അനുബന്ധ ഉൽപ്പന്നങ്ങളും നവ്യ ഔട്ട്ലെറ്റിൽ ലഭ്യമാണ്. കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്.
കൂടുതൽ വിവരങ്ങൾക്ക് 9633444611 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കുടുംബശ്രീയുടെ മാ കെയർ പദ്ധതിക്ക് കോതമംഗലം നിയോജക മണ്ഡലത്തിലെ കുട്ടമ്പുഴയിൽ തുടക്കമായി. നിയോജക മണ്ഡലതല ഉദ്ഘാടനം കുട്ടമ്പുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ആന്റണി ജോൺ MLA നിർവഹിച്ചു. നിരവധി വ്യക്തികൾ സംസാരിച്ചു. പട്ടികവർഗ വികസന വകുപ്പിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഊരുകൂട്ട ജില്ലാതല പ്രതിനിധി സംഗമം കുട്ടമ്പുഴയിൽ സംഘടിപ്പിച്ചു. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ജില്ലാതല സംഗമത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK ഗോപി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൽമ പരീദ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CB KA, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മനോഹരൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിനീഷ് നാരായണൻ, ശ്രീജ ബിജു, ഡെയ്സി ജോയ്, ബിൻസി മോഹൻ, രേഖ രാജു, മേരി കുര്യാക്കോസ്, ഷീല രാജീവ്, ആലീസ് സിബി, സംസ്ഥാന പട്ടികവർഗ ഉപദേശക സമിതി അംഗങ്ങളായ R ദാമോദരൻ, ഇന്ദിരക്കുട്ടി രാജു തുടങ്ങിയവർ സംസാരിച്ചു. മൂവാറ്റുപുഴ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ മനോജ് കെട്ടി സ്വാഗതവും ഇടമലയാർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ അന്നമ്മ ജോർജ് കൃതജ്ഞതയും രേഖപ്പെടുത്തി. സംഗമത്തോടനുബന്ധിച്ച പട്ടികവർഗ വികസനം ഇന്നലെ ഇന്ന് നാളെ എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. കുടുംബശ്രീ മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ പൊന്നി കണ്ണൻ, അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ ജൂനിയർ സൂപ്രണ്ട് രാജീവ് P എന്നിവർ ക്ലാസുകൾ നയിച്ചു. പട്ടികവർഗ വികസന വകുപ്പിന്റെ സുവർണ ജൂബിലിയുടെ ഭാഗമായി ഒരു വർഷക്കാലം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് സംസ്ഥാനത്ത് സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. തദ്ദേശീയ ജനതയുടെ അന്തർദേശീയ ദിനമായ ഓഗസ്റ്റ് 9 സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് സംസ്ഥാനത്ത് തുടക്കമാകും. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഖാദി ഗ്രാമവ്യവസായ ബോർഡിന്റെ ഓണം ഖാദി മേളയുടെ ജില്ലാതല ഉദ്ഘാടനം തൊടുപുഴയിൽ സംഘടിപ്പിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. കരട് വോട്ടർ പട്ടിക എല്ലാവരും പരിശോധിച്ച് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് ഉറപ്പുവരുത്തണമെന്നും ഇല്ലെങ്കിൽ പേര് ചേർക്കുന്നതിനുള്ള നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. കേരള NGO യൂണിയൻ കനൽ കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ അനുസ്മരണം സംഘടിപ്പിച്ചു. അനുസ്മരണ യോഗം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP മേരി ഉദ്ഘാടനം ചെയ്തു. ഓണം അടുത്തതോടെ ഖജനാവ് നിറയ്ക്കാൻ പോലീസ് സേന സജീവമാകുന്നതായി സൂചന. കോതമംഗലം ബ്ലോക്കിലെ കവളങ്ങാട് പഞ്ചായത്ത് മെമ്പർമാരായ സിബി മാത്യു, ഉഷ ശിവൻ, ലിസി ജോളി എന്നിവരെ അയോഗ്യരാക്കി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.